നമസ്കാരം. ബോക്സ് ഓഫീസിൽ ഇടിമുഴക്കം 6 കോടി കടന്ന് ടെർബോ സിനിമയുടെ റെക്കോർഡ് കേരള കളക്ഷൻ. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ റിലീസായ ടെർബോക്ക് കേരളത്തിൽ ഗംഭീര ഓപ്പണിംഗ്. ആദ്യ ദിനം നേടിയിരിക്കുന്നത് 6 കോടി 15 ലക്ഷം രൂപയാണ്. അമൽ നീരത് ഒരുക്കിയ ഭീഷ്മപർവത്തിന് ശേഷം 6 കോടിയോളം ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടുന്ന മമ്മൂക്കയുടെ രണ്ടാമത്തെ ചിത്രമാണ് ടെർബോ. ആദ്യ ദിനം കേരളത്തിൽ മാത്രം ടെർബോ കളിച്ചത് ഏകദേശം 1675 ഷോകളാണ്. 2024 പുറത്തിറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും ഉയർന്ന ആദ്യ ദിന ഗ്രോസ് നേടുന്ന മലയാള ചിത്രമായി ഇപ്പോൾ ടെർബോ മാറിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് 2024 ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ നേടിയ ചിത്രം ലാലേട്ടൻ LJP കോമ്പോയിലെത്തിയ മലക്കോട്ടെ വാലിബനായിരുന്നു. ആദ്യ ദിവസം 5 കോടി 85 ലക്ഷം രൂപയായിരുന്നു അന്ന് ആ ചിത്രം സ്വന്തമാക്കിയത്. ഇതുകൂടാണ്ട് ഈ വർഷത്തെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ആഗോള ഓപ്പണിംഗ് ഡേ ഗ്രോസ് നേടുന്ന മലയാള ചിത്രവും ടെർബോ ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ടെർബോ ആഗോളതലത്തിൽ ആദ്യ ദിവസം 700ഓളം ലൊക്കേഷനിലാണ് റിലീസ് ചെയ്തത്. ഗൾഫിലും ഓസ്ട്രേലിയയിലും UK എന്നിവിടങ്ങളിലും മികച്ച ഓപ്പണിംഗ് തന്നെ ചിത്രം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൾഫിൽ മാത്രം 1000-ലധികം ഷോകൾ ഇന്നലെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ആരാധകർക്കിടയിൽ ചെറിയൊരു നിരാശയുണ്ട്. കേരളത്തിൽ ആദ്യ ദിവസം ഇത്ര മികച്ചൊരു ഓപ്പണിങ്ങും ഇത്രയും മികച്ചൊരു ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ട് പോലും ചിത്രത്തിന് 7 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ കേരള ഗ്രോസിൽ നിന്നും ആദ്യ ദിവസം നേടാൻ സാധിക്കാത്തതിൽ ആരാധകർക്ക് നിരാശയുണ്ട്. ടെർബോയുടെ രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും മികച്ച ബുക്കിംഗാണ് ഓൺലൈൻ ആപ്പുകളിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത് ഓരോ മണിക്കൂറിലും 8000-ൽ പരം ടിക്കറ്റുകളാണ്. ഇന്ന് മലയാളത്തിൽ 2 പ്രധാന റിലീസുകളുണ്ട്. കൂടാതെ മഴയൊക്കെ വീണ്ടും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് സിനിമാ പ്രേമികൾ ടെർബോ അച്ചായൻ്റെ ഇടി കാണാൻ വേണ്ടി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ടെർബോ എന്ന സിനിമയുടെ ആഗോള കളക്ഷൻ, ആദ്യ ദിവസത്തെ ആഗോള കളക്ഷൻ എത്ര കോടി വരെ കളക്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.